ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ദശമസ്കന്ധത്തിൽ ഏറ്റവും മണിമുത്തായിട്ടുള്ള രാസക്രീഡ, ആ രാസക്രീഡയിലൂടെയുള്ള യാത്ര നമ്മൾ 5ൽ 1 ഭാഗം നമ്മൾ അനുസ്മരിച്ചു. ഇനി 30ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. അവിടെ ഇപ്പോ ഭഗവാൻ അവർക്ക് സ്വന്തമായി എന്നുള്ള ഒരു തോന്നൽ അവർക്ക് എത്തി. എന്താണ്, എല്ലാം നടക്കുന്നത് ഭഗവാനാണെന്നുള്ള ഒരു സത്യം അവർക്ക് അറിയാമായിരുന്നു പല വിധത്തിലും. അപ്പം ഭഗവാൻ വന്നപ്പോ തന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ശരിക്ക് നിങ്ങളുടെ ഉള്ളിലല്ലേ ഞാൻ എപ്പോഴും, നിങ്ങൾ എപ്പോഴൊക്കെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നോ ആ ചിന്തിക്കുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളുടെ ആ ഹൃദയകമലത്തിൽ ഇങ്ങനെ സുഖമായിട്ട്, ഭക്തന്മാരുടെ മനസ്സിലാണ് ഭഗവാൻ ഏറ്റവും നല്ല ഇരിപ്പിടം എന്നാ പറയാ. അപ്പം നിങ്ങൾ എന്നെ നേരിട്ട് വന്ന് കാണാൻ ഈ ഒരു മാംസളമായിട്ടുള്ള ശരീരമാണോ യഥാർത്ഥത്തിൽ? അതല്ല എന്നുള്ള വ്യക്തത നിങ്ങൾക്കും ഉണ്ട് അവിടെ, അല്ലേ? അപ്പം ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവര് കരഞ്ഞോണ്ട് പറഞ്ഞു, കണ്ണാ, എല്ലാം ഉപേക്ഷിച്ചു ഞങ്ങള്. അപ്പൊ ഇവിടെ വന്ന് ഈ ഒരു തെറ്റിദ്ധാരണ ഇവരിൽ നിന്ന് മാറ്റണം. എന്താണ്, ഈ മാംസളമായിട്ടുള്ള ശരീരത്തിൽ നിന്നും ആണ് ആ സാന്ത്വനം കിട്ടുന്നത് എന്നുള്ള ഒരു തോന്നല് ആകുകയാണെങ്കിൽ, അല്ല, പിന്നെ എവിടെയാണ്? നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായിട്ടുള്ള ഒരു മനോഭാവമാണ് നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത്. അത് കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമായി ഇത്. ഇവിടെയൊക്കെയാണ് യഥാർത്ഥത്തില് ഇന്നും നമ്മളുടെ പ്രാകൃതമായിട്ടുള്ള ഭക്തിയില് നമുക്ക് തോന്നും ചില വിഗ്രഹങ്ങള്, ചില പുസ്തകങ്ങള്, ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കളൊക്കെ അതാണ് എനിക്ക് എന്നും, അല്ലെ, എന്റെ ആശ്രയം. അത് നഷ്ടപ്പെട്ട വല്ലാത്തൊരു വേദന. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്, ഇതെന്റെ ഒക്കെ ഇരിപ്പിടം എവിടെയാണ്? ശരിക്ക് ഇതിന്റെ ഒക്കെ ഇരിപ്പിടം നമ്മളുടെ ഉള്ളിൽ, മനസ്സുകൊണ്ടാണ്, അല്ലെ? നമ്മളുടെ ഉള്ളിലെ മനസ്സിൽ നിന്ന് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ വിഗ്രഹമായിട്ട് തോന്നിപ്പിക്കുന്ന എപ്പോഴാണ്? ഒരേ വിഗ്രഹം തന്നെ ഒരു 10 പേര് കാണുമ്പം 10 രീതിയിലാണ് അവർക്ക് അത് അനുഭവപ്പെടുന്നത്. ചിലർക്ക് അത് ഭയങ്കരമായിട്ട് മനസ്സിന് വല്ലാത്തൊരു ആനന്ദം തരുന്നു. ചിലർക്ക് അങ്ങനെയല്ല, മനസ്സിന് അതിന് വേണ്ട രീതിയിലുള്ള ആനന്ദത്തേക്ക് എത്തുന്നില്ല. ചിലർക്ക് അതിന് ഒട്ടും താല്പര്യമില്ലാതെ വിമുഖതയോടുകൂടി നിൽക്കുന്നു. അപ്പൊ ഇതെല്ലാം, അപ്പൊ ആ രീതി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഭാവങ്ങൾക്ക് മാറ്റം വരുന്നത് എപ്പോഴാണ്? നമ്മളുടെ ഉള്ളിലെ, അല്ലെ, ആർദ്രത ആകുമ്പോഴാണ്. ആ ഭാവമാണ്. അപ്പൊ ആ ഈശ്വരൻ എന്നുള്ളത് നമ്മളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. അതിനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഉപാധികളാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലല്ലേ ഈ കേൾക്കുന്നതും കാണുന്നതും ഇന്ദ്രിയങ്ങളെ കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്നതൊക്കെ അതാണ്. ഇപ്പൊ നിങ്ങൾ എന്താണ്, നിങ്ങളിപ്പോ എന്റെ ജഗന്മോഹനമായിട്ടുള്ള വേണുഗാനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, കാത് അതിലേക്ക് പോയി, നിങ്ങൾ അതിലേക്ക് ആവേശിപ്പിച്ചു. ഈ കമനീയമായിട്ടുള്ള ഒരു രൂപം, താമരതളങ്ങളെ പോലെ, അല്ലെ, വിടർന്നു നിൽക്കുന്നതായിട്ടുള്ള എന്റെ കണ്ണുകൾ കണ്ടപ്പോൾ, തൂമന്ദഹാസം പൊഴിക്കുന്നതായിട്ടുള്ള തൊണ്ടിപ്പഴം പോലെയുള്ള ചുവന്നു തൊടുത്തതായിട്ടുള്ള ആ പുഞ്ചിരി കണ്ടപ്പോഴേക്കും നിങ്ങളുടെ കണ്ണ് ഇതിലേക്ക് ആവേശിച്ചു. ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ മുഴുവൻ, അല്ലെ, അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ. അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന സമയത്തും യഥാർത്ഥത്തിൽ എന്താണ്, മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് എവിടെയാണ്? മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ സാക്ഷീഭൂതമായിട്ടിരിക്കുന്ന ആ ഭാവമാണ്, അല്ലെ? നമ്മൾ വിചാരിക്കുമ്പോഴേ നമുക്കതിനെ ഇഷ്ടപ്പെടുന്നുള്ളൂ. അവിടെ ആ തൂമന്ദഹാസം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഉള്ളിലുള്ള ഭാവം മാറുമ്പോഴാണ്, നമ്മളുടെ ഉള്ളിലുള്ള സാന്ത്വനം അല്ലെങ്കിൽ ഒരു ശാന്തത വരുന്നത് കൊണ്ടാണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പറയുന്നതായിട്ടുള്ള, ഈ കാണുന്നതായിട്ടുള്ള രൂപങ്ങളിലോ ആകൃതികളിലോ ആ മനസ്സിനെ വല്ലാണ്ട് അതില് ഭ്രമിപ്പിച്ചു കൊണ്ട് പോകുമ്പോൾ, അതാണ് നിങ്ങളുടെ എന്താണ് ശാശ്വതമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് അവരിൽ നിന്ന് ഇല്ലാണ്ടാക്കണം. ഇത്രേ ഭഗവാൻ ഉദ്ദേശിച്ചുള്ളൂ. ഭഗവാൻ അറിയാം, വ്യക്തമായിട്ട് ഭക്തകളായിട്ടുള്ള ഗോപികമാരെ അറിയാൻ വയ്യാറാണോ? പക്ഷെ ഈ ഒരു സത്യത്തെ അവരെ ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? വേഗം ആ ഘോര വനത്തിൽ ആ രാത്രിയില് ആ എന്താണ് നിലാവെളിച്ചത്തില് അവര് വേഗം ഭഗവാൻ എന്ത് ചെയ്തു? അവിടുന്ന് അന്തർധാനം ചെയ്തു എന്ന് പറയാണ്. അന്തർധാനം ചെയ്യുമ്പോൾ എപ്പോഴും കണ്ണൻ പല വിധത്തില് പല രീതിയിലും എന്താണ് തന്നെ വിഷമിപ്പിക്കുമെങ്കിലും ഉടനെ തന്നെ എന്താണ് അവിടുന്ന് അനുഗ്രഹിക്കാറ് പതിവുണ്ട്. ഇതങ്ങനെയല്ല.
ഇത് അന്തർധാനം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ആകെ പരിഭ്രമമായി അവിടെ. കാരണം പെട്ടെന്ന് അങ്ങോട്ടൊരു ഇരുട്ടത്തേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ്, എപ്പോഴും നമുക്കൊരു കെയർ ഒരാളുണ്ട് എന്നൊരു രീതിയിൽ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ആ കെയർ ഇല്ലാന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ഭീതി അല്ലേ, അതെല്ലാം മനസ്സിന്റെ അത്രയും നേരം വരെ എന്താണ്, ഞങ്ങളുടെ കൂടെ കണ്ണനുണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു ശരിക്കും. അപ്പൊ ഈ വിശ്വാസം, ഈ കണ്ണൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടുള്ള കണ്ണൻ ഈ മുമ്പിൽ നിൽക്കുന്നതായിട്ടുള്ള മാംസളമായിട്ടുള്ള ശരീരമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആദ്യം അവരിൽ നിന്ന് മാറ്റണം. അതിനുവേണ്ടിയാണ് ഭഗവാൻ അവിടുന്ന് വേഗം അന്തർധാനം ചെയ്തു. ഇങ്ങനെ പെട്ടെന്ന് തന്നിൽ നിന്ന് വിട്ടുപോയതായിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായതായിട്ടുള്ള ഗോപികമാര് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്ക്. അവരെല്ലാം വിട്ടുപോകുന്നു. ഒന്ന് ഇനി ഈ കുറ്റാക്കൂരിട്ടതായിട്ടുള്ള ഈ ഘോരവനത്തില് ഇനി ആരാണ് ഞങ്ങൾക്ക് ഇനി ആശ്രയമായിട്ടുള്ളത്? അവിടെയും വേണമെങ്കിൽ ചിന്തിക്കാം, ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നതും എല്ലാം എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ശുദ്ധമായിട്ടുള്ള ഭാവമാണ്, അവിടെ എല്ലാം സമർപ്പിക്കാൻ സാധിക്കും. അപ്പം ആ വിരഹിണികളായിട്ടുള്ള ഗോപികമാര് ഒരു സംഭ്രമത്തോടു കൂടിയിട്ടുള്ള മനസ്സോടു കൂടിയ വനാന്തരങ്ങളില് ഭഗവാനെ ഇനി തെരഞ്ഞു നടക്കുകയാണ്. അവിടെ ശ്രീശൂപന മഹർഷി പറയുന്നു, അന്തർഹിതേ ഭഗവതി സഹസൈവ വ്രജാംഗനാഹ അതപ്യം സ്തമജക്ഷാണാഹ കരിണ്യ ഇവയൂഥപം. പെട്ടെന്ന് ഭഗവാൻ ഇങ്ങനെ അവരുടെ മുമ്പിൽ നിന്നും മറഞ്ഞു പോയപ്പോൾ ഗോപികമാര് എല്ലാവരും അവിടെയൊക്കെ പരസ്പരം ഇപ്പം ഭഗവാൻ എവിടെയൊക്കെയോ മറഞ്ഞിരിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യമൊന്നും ഒരു ഇത് വന്നില്ല. പക്ഷെ ഒരു കുറച്ചു നേരത്തേക്ക് അവിടെയൊക്കെ അന്വേഷിച്ചിട്ടും ഭഗവാനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ യഥാർത്ഥത്തില് ഇത്രയും നേരവും നയിച്ചുകൊണ്ട് പോയതായിട്ടുള്ള ആ ഒരു അല്ലെ യൂഥപ്പ എന്ന് പറഞ്ഞാല് ആ സംഘത്തിന്റെ തലവൻ അല്ലെ, ആ സംഘത്തിന്റെ തലവനെ കാണാതായതായിട്ടുള്ള പിടിയാനകളെ പോലെ അവിടെ പരിതപിച്ചു. അതപ്യം സമജക്ഷാണ കരിണ്യ ഇവയൂഥപം. എങ്ങനെയാണോ സംഘത്തോടു കൂടി പോകുന്ന സമയത്ത് പിടിയാനകള് ഒരു കൊമ്പനാനയുടെ ബലത്തിലായിരിക്കും ഇവര് സംഘമായിട്ട് പോകുന്നത്. വേഗം ഈ കൊമ്പനാനയെ നഷ്ടപ്പെടുന്നതായിട്ടുള്ള പിടിയാനകള് എത്ര കണ്ട് കരിണ്യ ഇവയൂഥപം എന്ന് പറയുന്നതാണ്. ആ പിടിയാനകൾ എത്ര കണ്ട് സങ്കടപ്പെടുന്നു, അതേപോലെ ഇവര് വിരഹാതുരകളായി മാറി. ഗത്യാനുരാഗസ്മിത വിഭ്രമേക്ഷിതൈ മനോരമാലാപവിഹാര വിഭ്രമൈ ആക്ഷിപ്തചിത്താ പ്രമദ്ദാരമാപതേസ്താവിചേഷ്ടാ ജഗൃഹുസ്തദാത്മികാ. ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ആ ഭഗവാന്റെ ഗതികള് അനുരാഗ സ്മിത വിഭ്രമേക്ഷിതൈ. ഭഗവാന്റെ പല വിധത്തിലുള്ള നടത്തത്തിലും അതുപോലെ തന്നെ ഭഗവാന്റെ ആ അനുരാഗവും അനുരാഗസ്മിത വിഭ്രമ ഈക്ഷിതൈഹി, അതായത് ആ പ്രേമത്തോടുകൂടിയും അനുരാഗത്തോടുകൂടിയും കൂടിയതായിട്ടുള്ള ഭഗവാന്റെ ആ ഒരു തൂമന്ദഹാസം, ആ ഒരു മന്ദസ്മിതങ്ങളോടും ചേർന്നതായിട്ടുള്ള ആ കടാക്ഷം നോട്ടം, അതിലൊക്കെ എന്താണ് മനോരമാലാപ വിഭാര വിഭ്രമേഹി, മനസ്സിന് ആനന്ദം പകരുന്നതായിട്ടുള്ള ആ ഭഗവാന്റെ ഓരോരോ വർത്തമാനങ്ങള്, ആ ലീലകള്, അതുപോലെയോ തന്നോട് ചേർത്ത് ഇത്രയും നേരം എന്തായി അവരെന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ ഭഗവാൻ കൊടുക്കാൻ തയ്യാറായി. അപ്പൊ ഏത് രീതിയിലാണോ ഭഗവാനെ നമ്മൾ സമീപിക്കുന്നത് ഭഗവാൻ അതെല്ലാം നമുക്ക് തരും. പക്ഷേ തരുമ്പോ നമുക്ക് ഈ ഒരു സൗഭാഗ്യമതം വന്നു ചേർന്നാൽ ഭഗവാൻ അവിടുന്ന് പരീക്ഷിക്കും എന്ന് പറയാണ്. അപ്പം അവരാഗ്രഹിച്ചതൊക്കെ ഇത്രയേ ഉള്ളോ എന്ന് ഉള്ളതാണ് ഭഗവാന്റെ. ഇതാണോ യഥാർത്ഥത്തില് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മുഖ്യമായിട്ടുള്ള കാര്യം എന്ന് അവരെ പഠിപ്പിക്കണം എന്ന് അതിനു വേണ്ടിയിട്ട് ഭഗവാൻ എന്തായി വേഗം അന്തർധാനം ചെയ്യുകയായിരുന്നു അവിടെ. അപ്പം അങ്ങനെയുള്ള മനോരമ ആലാപ വിഹാര വിഭ്രമേഹി അല്ലെ, നല്ല മനസ്സിന് ആനന്ദം പകരുന്നതായിട്ടുള്ള ഭഗവാന്റെ ഓരോ മധുരമായിട്ടുള്ള ഭാഷണങ്ങൾ, അതുപോലെ തന്നെ ആ ഭഗവാന്റെ കൂടെ ഉള്ള പല വിധത്തിലുള്ള ലീലകള്, ക്രീഡകള്, ശൃംഗാര ചേഷ്ടകള്, ഇതെല്ലാം ഇതാണ് ആക്ഷിപ്തചിത്താ പ്രമദാരമാപതേസ്താവിചേഷ്ട്യ
ജഗൃഹുസ്തദാത്മികാഹ. അങ്ങനെ ആകർഷിക്കപ്പെട്ടതായിട്ടുള്ള മനസ്സോടു കൂടിയതായിട്ടുള്ള ആ ഗോപികമാര് തദാത്മികാഹ, അതായത് തന്മയത്വം പ്രാപിച്ചവരായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോരോ ചേഷ്ടകളെ അവിടുന്ന് സ്വീകരിച്ചു തുടങ്ങി എന്ന് പറയാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ നിന്നും അന്തർധാനം ചെയ്ത സമയത്ത് തങ്ങളുടെ ആ ഭഗവാനെ കുറിച്ചുള്ള ഒരു ചിന്തകൾ മാത്രമായി ഇപ്പൊ അവിടെ ഭഗവാനിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള മനസ്സിന് ഇമ്പമേറുന്നതായിട്ടുള്ള ആ എന്താ പറയാ സല്ലാപം, അതുപോലെ ക്രീഡാവിശേഷങ്ങള്, ഇതൊക്കെ ആകർഷ്ടചിത്തകളായിട്ടുള്ള ആ ഗോപികമാരില് ലയിച്ച് മതിമറന്ന് അവര് തന്മയീഭാവം പ്രാപിച്ച് ശ്രീകൃഷ്ണ ലീലകളെ അവിടെ ചെയ്യാൻ തയ്യാറായി. എന്താ ഈ തന്മയീഭാവം എന്ന് പറഞ്ഞാല്? ഭാവഗ്രാഹി ജനാർദ്ദന, ആരെ കുറിച്ചാണോ ഓർക്കുന്നത് അപ്പം എന്താണ് അതേ രീതിയില് അവരുടെ ഉള്ളില് സ്മിത പ്രേക്ഷണ ഭാഷണാദിഷു പ്രിയാ പ്രിയസ്യ പ്രതിരൂഢമൂർത്തയ അസാവഹം ത്വിത്യബലാസ്തദാത്മിക നിവേദിഷു കൃഷ്ണ വിഹാര വിഭ്രമാഹ. പിന്നീട് അവര് ആ കണ്ണനെ കുറിച്ച് മാത്രം ചിന്ത. അങ്ങനെയായപ്പോ എന്തായി? കണ്ണന്റെ പുഞ്ചിരി, കണ്ണന്റെ ആ മധുര ഭാഷണങ്ങള്, അല്ലെ, കണ്ണന്റെ ആ ഒരു കടാക്ഷം, നോട്ടം, കള്ളക്കണ്ണ്, ഇതെല്ലാം പ്രതിരൂഢമൂർത്തയ, ഇതിലൊക്കെ ആ ഒരു സാരൂപ്യത്തിലേക്ക്, ആ ഒരു സ്വരൂപത്തിലേക്ക് ഇവരുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ലയിപ്പിച്ചു എന്ന് പറയാണ്. അങ്ങനെ ആ കൃഷ്ണന്റേതുപോലെയുള്ള ലീലാവിലാസങ്ങളോട് കൂടിയതായിട്ടുള്ള ഒരു ഭാവം ഇവരുടെ ഉള്ളിൽ പ്രകാശിച്ചു തുടങ്ങി. ഇതാണ് തന്മയത്വം എന്ന് പറയുന്നത്. ഭാവഗ്രാഹി ജനാർദ്ദന, ആരെ കുറിച്ചാണോ നമ്മള് അവിടെ ചിന്തിക്കുന്നത് അവരുടേതായിട്ടുള്ള എല്ലാ ഭാവങ്ങളും എല്ലാ സ്വഭാവങ്ങളും നമ്മളുടെ ഉള്ളിൽ വന്നു ചേരും. അല്ലെ, നമ്മൾ പറയാറില്ലേ, ചില സംഗീതജ്ഞരൊക്കെ അവരുടെ ആരാധനാമൂർത്തികളായിട്ടുള്ള പല വിധത്തിലുള്ള സംഗീത ഭാഗവതന്മാരെയും ഒക്കെ അവര് ആരാധിക്കുന്നുണ്ടെങ്കിൽ, അവരെന്നും അവരെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, അവര് പാടുന്നതായിട്ടുള്ള കീർത്തനങ്ങള് ഒക്കെ എന്താണ്, അവരെങ്ങനെയാണോ മഹാത്മാക്കളായിട്ടുള്ള അവര്, അല്ലെങ്കിൽ അവർ ആരാധിക്കപ്പെടുന്നവരാരാണോ അവര് പാടുന്നത് എങ്ങനെയാണോ അതേ സമ്പ്രദായത്തിലേക്ക് എത്തി വരും അത്. കാരണം അത് ആരാധന കൊണ്ട് തന്റെ ഉള്ളിൽ മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുന്നത് ആ ഒരു ഇതാണ്. അപ്പൊ അതാണ് പുറത്തേക്ക് അങ്ങോട്ട് വരുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ഈ കണ്ണനെ കുറിച്ചുള്ള ചിന്തകള് ഇവരുടെ ഉള്ളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ആ കൃഷ്ണനുമായിട്ടുള്ള തന്മയത്വം അവരിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ആ കൃഷ്ണന് പ്രിയപ്പെട്ടവരായിട്ടുള്ള ആ ഗോപികമാര് ഞാൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് അവര് പരസ്പരം പറഞ്ഞു തുടങ്ങി. ഇനി ഇത് തന്നെയാണ് ഭഗവാനും ആഗ്രഹിച്ചത്, അല്ലെ? നിവേദിഷു കൃഷ്ണ വിഹാര വിഭ്രമാഹ ചിത്യബലാസ്തദാത്മിക, അതായത് ഞാൻ തന്നെയാണ് ആ ഈശ്വരൻ, അല്ലെ, ഞാൻ എന്നുള്ള ഒരു ബോധത്തിലേക്ക് അവർക്ക് ഉയർന്നു എന്ന് പറയാണ്. അങ്ങനെ അവര് ആ ശ്രീകൃഷ്ണ ലീലകളെ ഓരോരുത്തരായിട്ട് അനുകരിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഭഗവാന്റെ ആ നടത്തം, ആ കള്ളക്കണ്ണുകൊണ്ടുള്ള നോട്ടം, മന്ദഹാസാഞ്ചിതമായിട്ടുള്ള കടാക്ഷവീക്ഷണം, അതുപോലെ അല്ലെ തമാശയോട് കൂടിയിട്ടുള്ള നർമ്മസല്ലാപത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ ഭാഷണം, ഇങ്ങനെയുള്ള ഇങ്ങനെ പല വിധത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളുടെ മനസ്സിനെയൊക്കെ പൂർണ്ണമായിട്ടും കയ്യിലെടുത്തത്. അപ്പൊ നമ്മളൊക്കെ പറയും ചിത്തചോരൻ എന്റെ മനസ്സിനെ കട്ടുകൊണ്ട് പോയി എന്ന് പറയും. യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ കട്ടത്? ഇവിടെ കട്ടത് ആരാണ് ശരിക്ക്? ഭക്തന്മാരല്ലേ കട്ടത് ഭഗവാനെ, അല്ലെ? ഭഗവാനെ ഭക്തന്മാര് തന്റെ ഹൃദയകമലത്തിൽ കൊണ്ട് സൂക്ഷിച്ചു വെക്കുകയാണ് അവിടെ. ഭഗവാൻ എന്തെങ്കിലും ചെയ്തോ? പാവം നിരപരാധിയായിട്ടുള്ള ഭഗവാൻ, അല്ലെ? അപ്പൊ യഥാർത്ഥത്തില് ഗോപികമാര് പറയുമ്പോ എന്തായി? ഞങ്ങളുടെയൊക്കെ ഹൃദയചോരൻ, ഞങ്ങളുടെ ഹൃദയത്തെ പോലും, അല്ലെ, ഹൃദയം അഭിമുഷിത്വ, പട്ടേരിപ്പാട് പറയും. യഥാർത്ഥത്തിൽ ഹൃദയം അഭിമുഷിത്വ, ഭഗവാൻ എന്തൊരു പാവാണ്. ഭഗവാൻ ഇതുവരെ കട്ടിട്ടുണ്ടോ? ഇല്ല. ഭഗവാനെ കട്ടത് നമ്മളാണ്. നമ്മളുടെ മനസ്സില്, അല്ലെ, ആ ഗുരുവായൂർ ശ്രീലാകത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണനെ എടുത്ത് നമ്മളുടെ ഹൃദയകമലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കുക. അപ്പൊ യഥാർത്ഥത്തില് ആരാ അപ്പൊ ഇവിടെ കള്ളനായിട്ട് വന്നിരിക്കുന്നത്, അല്ലെ? എന്ന് പറഞ്ഞാല് അവര് ആ അതേ രീതിയിലുള്ള ഗമന സല്ലാപ രീതികള് ഒക്കെ കൈവരിച്ച് അവരിതാ ഇപ്പോ ആരായി മാറി? അവര്
ആ സാക്ഷാൽ കണ്ണനായിട്ട് മാറി. കാരണം എന്താണ്? മനസ്സിൽ മുഴുവൻ അല്ലെ ആ കണ്ണനെ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. സകല അവയവങ്ങളിലും സകല അംഗങ്ങളിലും ആ കണ്ണന്റെ തൃപ്പാദങ്ങൾ കണ്ടാൽ തന്റെ തൃപ്പാദങ്ങളാണ് കണ്ണന്റെ തൃപ്പാദങ്ങള്, തന്റെ ജാനുക്കളാണ് കണ്ണന്റെ ജാനുക്കള്, തന്റെ തൃത്തുടകളാണ് കണ്ണന്റെ തൃത്തുടകള്, തന്റെ ഹൃദയം എന്ന് പറയുന്നത് കണ്ണന്റെ ഹൃദയം എന്നുള്ള ഒരു അവസ്ഥയില് കൃഷ്ണോഹം എന്നുള്ള ഒരു ഭക്തിയിലേക്ക് അവരെത്തി. അങ്ങനെ കൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ടുള്ള അവര് ഓരോരുത്തരും ഞാനാണ് കൃഷ്ണൻ എന്ന് അവകാശവാദം ഉന്നയിച്ചു തുടങ്ങി. അങ്ങനെ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിയപ്പോഴാണ് അവര് ഓരോരോ ലീലകൾ അവിടെ ആടാൻ തുടങ്ങി. ഗോപികമാരുടെ ഗമന രീതിയും അതുപോലെ തന്നെ സംഭാഷണ രീതിയും ഒക്കെ മാറി. ഇപ്പൊ എന്താ ഈ കണ്ണൻ സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഇപ്പം ഗോപികമാര് പരസ്പരം അങ്ങോട്ട് സംസാരിക്കുക. അപ്പൊ അങ്ങനെ ആകുമ്പോ എന്തായി, ഈ പറയുന്ന ആള് കണ്ണനാകുന്നു, അതുപോലെ കേൾക്കുന്ന ആളോ കണ്ണനെ തന്നെ കേട്ടോണ്ടിരിക്കുന്നു അല്ലേ. അപ്പം ആ കൃഷ്ണനാൽ വശീകരിക്കപ്പെട്ടതായിട്ടുള്ള ഗോപികമാര് ഇപ്പൊ കാണിക്കുന്നതെല്ലാം എന്താണ്? കണ്ണന്റെ ലീലകൾ മാത്രം. കണ്ണൻ എന്താണോ ചെയ്യുന്നത് അതൊക്കെയാണ് അവർ ചെയ്യുന്നത് അവിടെ. അപ്പൊ അവര് ആ തന്മയത്വം എന്നുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ച ഓരോരുത്തരും ഭഗവാനായിട്ട് അങ്ങ് മാറിയെന്നവര് മനസ്സിലാക്കി എന്ന് പറയാ. അപ്പം ശരിക്കിത് മനഃശാസ്ത്രപരമായിക്കൊണ്ട് ഒന്ന് അപഗ്രഥനം ചെയ്താല് ഈ വിരഹത്തിന്റെ തീവ്രതയിൽ നിന്ന് ഉടലെടുക്കുന്നതായിട്ടുള്ള ഒരു ഒരു മനോവിഭ്രാന്തി എന്ന് വേണേൽ പറയാം ആണ് ഇതെന്നുള്ളത് ഇതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇതൊരു മനോവിഭ്രാന്തി എന്ന് പറയാൻ പറ്റുമോ? അതല്ല സത്യം ശരിക്ക്. പിന്നെന്താണ് ഈ നേരത്തെ നമ്മളുടെ ഈ സ്കന്ധത്തിന്റെ പ്രത്യേകത എന്താണ്? ദശമസ്കന്ധത്തിന്റെ പ്രത്യേകത നിരോധം എന്നുള്ള ഒരു ലക്ഷണമാണ് അല്ലെ. അപ്പം ആ നിരോധം എന്നുള്ള മഹാപുരാണ ലക്ഷണത്തിന്റെ പൂർണ്ണ അവസ്ഥ നമുക്ക് ഇവിടെ ഇപ്പൊ ഗോപികമാരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. എല്ലാം വിട്ടു. ഇപ്പൊ അവര് സ്വയം കണ്ണന്മാരായിട്ട് മാറി എന്ന് പറയുമ്പം നിരോധോസ്യാനുശയനമാത്മന സഹശക്തിഭി എന്ന് അവിടെ പറയും. നിരോധോസ്യാനുശയനമാത്മന സഹശക്തിഭി. അപ്പം നിരോധം എന്നുള്ള ലക്ഷണം എന്നുള്ളത് അവിടെ കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്ത് വികാരമായിക്കോട്ടെ അത് കണ്ണനോട് ചേർത്ത് വെക്കുമ്പോൾ നമ്മളിൽ നിന്ന് മറ്റു ഇതെല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു. അപ്പം അങ്ങനെ ആ ശ്രീശു ബ്രഹ്മർഷി അവിടെ വിഭാവന ചെയ്യുന്നതായിട്ടുള്ള തന്മയീഭാവം തന്നെയാണ് നമുക്കിതാ ഇതിലൂടെ ഈ ഗോപികമാരിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഗായന്ത്യ ഉച്ചൈരമുമേവ സംഹതാ വിജിക്കുരുന്മത്തകവദ്വദനാദ്വനം പതനാദ്വനം. പപ്രച്ഛുരാകാശവദന്തരം ബഹിർഭൂതേഷു സന്തം പുരുഷം വനസ്പതീൻ. അപ്പൊ അവിടെ അവര് ഒത്തുചേർന്ന് അവിടെ പറയുന്നു ഉന്മത്തകവത് വദനദ്വയം എന്താണ് വനാദ്വനം എന്ന് വെച്ചാൽ എന്താണ് കാടുകൾ തോറും എന്നുള്ളതാണ്. അപ്പം വിജിക്കുരുന്മത്തകവത് വനാദ്വനം. അപ്പം ആ ഗോപികമാരെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് അവരെങ്ങനെയോ ഒരു ഭ്രാന്ത് വന്ന പോലെ അല്ലെങ്കിൽ ഉന്മാദം അവരെ ബാധിച്ചതുപോലെ ഉറക്കെ പാടുക. അവിടെ കണ്ണാന്നിങ്ങനെ ഉറക്കെ അവിടുന്ന് പാടിക്കൊണ്ട് അദ്ദേഹത്തെ തന്നെ ആ കാടുകളിൽ ചുറ്റും അല്ലെങ്കിൽ വനങ്ങളോടും കാടുകൾ തോറും, വനാദ്വനം എന്ന് പറഞ്ഞാൽ കാടുകൾ തോറും അവിടുന്ന് വിജിക്കുക എന്ന് അന്വേഷിക്കുക. പല വിധത്തിലായിട്ടുള്ള അന്വേഷണം തുടങ്ങി അവിടെ. അപ്രച്ഛുരാകാശവത് അന്തരം ബഹി. അവിടെ ആകാശം എന്നോണം സർവചരാചരങ്ങളിലും അകത്തും പുറത്തും അല്ലെ നമേ പുരുഷൻ ദ്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം എന്ന് കുന്തിസ്തുതിയിൽ പറയുന്നത് പോലെ ആകാശം എന്നോണം എല്ലായിടങ്ങളിലും സർവചരാചരങ്ങളിലും അകത്തും പുറത്തും, ആ അകത്തും പുറത്തും മധ്യത്തിലായിട്ടും ഒക്കെ വ്യാപിച്ചിരിക്കുന്നതായിട്ടുള്ള ആ പരമപുരുഷനെ പറ്റി അവര് അന്വേഷണം അവിടുന്ന് ആരംഭിച്ചു എന്ന് പറയാണ്. യഥാർത്ഥത്തില് അല്ലെ ഈ അന്വേഷിക്കുന്നത് ആരാണ്? ഈ അന്വേഷിക്കുന്നതാണ് യഥാർത്ഥത്തില്
ഈശ്വരൻ എന്നുള്ളത് അവരിലേക്ക്, ആ ബോധത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവര് ഓരോരുത്തരോടായിട്ട് ആ ചോദിക്കുന്ന രംഗങ്ങളാണ് ഇനി ഉള്ളത്. അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ അടുത്ത ദിവസം നമുക്ക് അനുസ്മരിക്കാം. ഇപ്പൊ നമുക്ക് അത് പാരായണത്തിലേക്ക് കടക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.